ഇന്ത്യൻ സാമ്പത്തിക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വലിയ വാർത്ത ജിയോ ഫിനാൻഷ്യൽ സർവീസസും ലോകത്തിലെ തന്നെ നിക്ഷേപ ഭീമനായ ബ്ലാക്ക് റോക്കും കൈകോർക്കുന്നു. ഈ കൂട്ടുകെട്ട് നമ്മുടെ എല്ലാം നിക്ഷേപ രീതികളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. സാധാരണക്കാരന് ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? ജിയോയുടെ ഓഹരികൾക്ക് ഇനി എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി, എന്താണ് ഈ ജിയോ ബ്ലാക്ക് റോക്ക് സംയുക്ത സംരംഭം? രണ്ടാമതായി, ആരാണ് ഈ ബ്ലാക്ക് റോക്ക്? പലർക്കും ഈ പേര് അത്ര സുപരിചിതമായിരിക്കില്ല. ഈ ആഗോള ഭീമന്റെ ശക്തി എന്താണ്? മൂന്നാമതായി, നിലവിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ പുതിയ മാറ്റം എങ്ങനെ ഗുണകരമാകും? നമ്മുടെ നിക്ഷേപങ്ങൾ മാറ്റേണ്ടതുണ്ടോ? അവസാനമായി, ഓഹരി വിപണിയിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾക്ക് ഇനി എന്ത് സംഭവിക്കും? ഒരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാമോ? ഈ സുപ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അപ്പോൾ എന്താണ് ഈ ജിയോ ബ്ലാക്ക് റോക്ക് ഡീൽ? ലളിതമായി പറഞ്ഞാൽ, ജിയോ ഫിനാൻഷ്യൽ സർവീസസും അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കും ചേർന്ന് 50-50 അനുപാതത്തിൽ ഒരു പുതിയ കമ്പനി ഇന്ത്യയിൽ തുടങ്ങുകയാണ്. എന്തിനാണെന്നല്ലേ? നമ്മുടെ നാട്ടിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൻ. ഇനി ആരാണ് ഈ ബ്ലാക്ക് റോക്ക്? ഇതൊരു ചെറിയ മീനല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജറാണ് ബ്ലാക്ക് റോക്ക്. അതായത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന നിക്ഷേപിക്കുന്ന ഒരു ഭീമൻ സ്ഥാപനം. ആഗോള വൈദഗ്ധ്യം. പതിറ്റാണ്ടുകളായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സാമ്പത്തിക വിപണികളിൽ നിക്ഷേപിച്ച് പരിചയ സമ്പത്തുള്ളവരാണിവർ. എവിടെ നിക്ഷേപിച്ചാൽ ലാഭം കിട്ടും, എവിടെ റിസ്ക് കൂടുതലാണ് എന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. അത്യാധുനിക സാങ്കേതിക വിദ്യ. അലാദിൻ പോലെയുള്ള ലോകോത്തര റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഇവരുടെ പക്കലുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ഡാറ്റ അനലൈസ് ചെയ്ത് നിക്ഷേപങ്ങളിലെ അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സഹായിക്കും. വിശ്വാസ്യത. ഇത്രയും വലിയ തുക കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, പണം എങ്ങനെ വളർത്തണം, എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കണം എന്നതിന്റെ ശാസ്ത്രവും കലയും അറിയുന്നവരാണ് ബ്ലാക്ക് റോക്ക്. പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് എത്താൻ അവർക്ക് ഒരു ഇന്ത്യൻ പങ്കാളിയുടെ സഹായം ആവശ്യമായിരുന്നു. അവിടെയാണ് ജിയോയുടെ എൻട്രി. ജിയോയുടെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ മുക്കിലും മൂലയിലുമുള്ള കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്താനുള്ള കഴിവ്, ശക്തമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ ബ്ലാക്ക് റോക്കിന്റെ ആഗോള നിക്ഷേപ വൈദഗ്ധ്യവും ജിയോയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്വാധീനവും ഒന്നിക്കുമ്പോൾ അതൊരു വിന്നിംഗ് കോമ്പിനേഷൻ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന കുറഞ്ഞ ചിലവിലുള്ള മികച്ച നിക്ഷേപ അവസരങ്ങൾ നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നിലവിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ഇതൊരു ഭീഷണിയാകുമോ? ജിയോ ടെലികോം ചെയ്തതുപോലെ ഇവിടെയും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുമോ? സാധ്യതയുണ്ട്, എന്നാൽ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിൽ സാമ്പത്തിക സാക്ഷരതയും നിക്ഷേപ ശീലവും വളർന്നു വരുന്നതേയുള്ളൂ. കൂടുതൽ ആളുകളെ നിക്ഷേപ ലോകത്തേക്ക് ആകർഷിക്കാൻ ഈ പുതിയ സംരംഭത്തിന് കഴിഞ്ഞേക്കും. അത് മൊത്തത്തിലുള്ള മാർക്കറ്റിംഗിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഇനി നമ്മളെ പോലുള്ള സാധാരണ നിക്ഷേപകർ എന്ത് ചെയ്യണം? നിങ്ങൾ നിലവിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ SIP വഴി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശാന്തമായിരിക്കുക. ജിയോ ബ്ലാക്ക് റോക്കിന്റെ പുതിയ ഫണ്ടുകൾ വിപണിയിൽ വരട്ടെ. അവയുടെ പ്രകടനം, എക്സ്പെൻസ് റേഷ്യോ, ട്രാക്കിംഗ് എറർ ഫണ്ടുകൾ എന്നിവയൊക്കെ നിലവിലുള്ള നിങ്ങളുടെ ഫണ്ടുകളുമായി താരതമ്യം ചെയ്യുക. മെച്ചപ്പെട്ട ഓപ്ഷൻ ആണെന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രം മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അവസാനമായി, എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ചോദ്യം, ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾക്ക് എന്ത് സംഭവിക്കും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരി വിലയിൽ ഒരു ഉണർവ് കാണുന്നുണ്ട്. ഈ വാർത്തകൾ തീർച്ചയായും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജിയോ ബ്ലാക്ക് റോക്ക് കൂട്ടുകെട്ട് ഇന്ത്യൻ നിക്ഷേപ രംഗത്ത് പുതിയ വാതായനങ്ങൾ തുറന്നേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.